യാസീൻ ഓതിയാ തെറ്റും. അൽഫാത്തിഹ വിളിച്ച് യാസീൻ ഓതാണ്. പക്ഷെ യാസീൻ ഓതിയാ തെറ്റന്നെ തെറ്റ്. അയാൾ ആ യാസീൻ ഇങ്ങനെ ഓതുമ്പോ എന്ത് ഓതിയാ മതി? ആവർത്തിച്ച് ഫാത്തിഹ ഓതിയാ മതി. അതേ കിട്ടുള്ളൂ. മറ്റേത് ഖുർആൻ ശപിക്കും. എത്ര ഓത്തുകാരുണ്ട് ഖുർആൻ അവരെ ശപിക്കുന്നു. എത്ര ഓത്തുകാരുണ്ട്. ഖുർആൻ പറയുന്നു നിർത്തടാ ഓത്ത്, നിന്നെ കൊണ്ട് എടങ്ങേറായി, നീ നിർത്തുന്നില്ലല്ലോ. തെറ്റ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം എല്ലാവരും കൂടി ശ്രദ്ധിക്കും. യാസീൻ ഓത്ത് എല്ലാത്തും കാണാം വ്യാപകമായി. ഞാനിങ്ങനെ ഓതും പോലെ ആണോ അല്ലേ എന്നുള്ള നിങ്ങൾ പറഞ്ഞു എന്റെ ഓത്ത് കേട്ടു. സാധാരണ ഇങ്ങനെയാണ് എല്ലാവരും ഓതല്. ഒരായത്തിന്റെ ഒരായത്ത് ഉദാഹരണം. ഇങ്ങനല്ലേ ആൾക്കാർ ഓതല് അല്ലേ? നിങ്ങളാരും യാസീൻ ഓതിയിട്ടില്ല. ഇങ്ങനല്ലേ ആളുകൾ പൊതുവെ അങ്ങനെ ഓത്. ഈ ഓത്ത് തെറ്റാ. ഇങ്ങനെ ഓതി ഓത്തും തെറ്റാ. ഞാൻ ഒന്നുകൂടി ഓതിത്തരാം. ഈ തെറ്റാവർത്തിക്കാനല്ല, ഇങ്ങനെയാണ് ഓതുന്നത് തിരിയാൻ. ഇത് തെറ്റാണ്. ഇത് ഒന്നുകിൽ ഓത്ത് നിർത്തിയിട്ടുള്ള ഓത്ത് അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ള ഓത്ത്. രണ്ടോത്താണ്. തെറ്റായ ഓത്തിന് പേരാണ് കൂട്ടി കുഴമ്പിച്ചത്. അതാണ് ഇപ്പൊ ഓതി ഓത്ത്. നിർത്തി എങ്ങനെ ഓതുക? നിർത്തുമ്പോ ശ്വാസം വിടണല്ലോ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഖിലൂൻ. ഇനെങ്ങനെ കൂട്ടി ഓതുക? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഖിലൂൻ. കസീറൻ അഫലം തകൂനു എന്നാണ്. കസീറ അഫലം തകൂന ഓത്തില്ല. തൻവീനല്ലേ അവിടെ? തൻവീന് വെളിവാക്കണ്ടേ? അപ്പുറത്ത് കസീറൻ അഫലം തകൂനു. എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂടി, എവിടെ യാസീൻ ഓതുമ്പോഴും ഞാൻ നേരത്തെ ഒരു ഓത്ത്